അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബിലൊരു ചാനലുണ്ട്. ഈ ചാനലിൻ്റെ മുമ്പത്തെ പേര് അൺമാസ്കിംഗ് എത്തീസം എന്നായിരുന്നു. അതായത് എത്തീസത്തിലെ പിഴവുകൾ കാണിക്കുക അല്ലെങ്കിൽ എത്തീസം എങ്ങനെ തെറ്റാവുന്നു എന്ന് കാണിക്കുക. പിന്നെ അതിലെല്ലാം ഉപരി അവരുടെ മതപരമായിട്ടുള്ള ഐഡിയോളജി സംസാരിക്കുക, തിയോളജിക്കലായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക തുടങ്ങിയതൊക്കെയാണ് ആ ചാനലിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. പേഴ്സണലി ഞാൻ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടും മലയാളത്തിൽ ഇത്തരത്തിലുള്ള തിയോളജി, ഫിലോസഫി ഓഫ് റിലീജിയൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ചാനലുകൾ വളരെ കുറവായതുകൊണ്ടും ഞാൻ ഇവരുടെ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ റീസെൻ്റായിട്ട് കണ്ട ഒരു വീഡിയോയെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോയെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ട സമയത്ത് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോയും ഇവരുടെ ഒരു ഷോർട്ട് വീഡിയോ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ വിമർശനത്തിന് ഇരയാവുന്ന ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ഗ്രന്ഥം കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു ഗ്രന്ഥകർത്താവ്, ഒരു ശില്പം കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു ശില്പി, സൃഷ്ടികളെ കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവ്. വളരെ ലളിതമായ യുക്തിയാണ്. ശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് സൃഷ്ടികളെ നോക്കി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടും. അതിലൊന്ന് ദൈവത്തിൻ്റെ അസ്തിത്വമാണ്, മറ്റൊന്ന് ദൈവത്തിൻ്റെ ഏകത്വമാണ്, മറ്റൊന്ന് ദൈവത്തിൻ്റെ മഹത്വമാണ്. ഇത് 3 ഈ സൃഷ്ടികളെ നോക്കി മനുഷ്യനിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് ബോധ്യപ്പെടും. ഇതിന് കെട്ടുകഥകളോ പഴംപുരാണങ്ങളോ ഒന്നുമല്ല ഇതിൻ്റെ അടിസ്ഥാനം. മനുഷ്യൻ ജനിച്ചത് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി പ്രപഞ്ചം, ഇതിലത്തെ യാഥാർത്ഥ്യങ്ങൾ നോക്കി ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന സത്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അദ്ദേഹം സംസാരിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തെ അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗത്തിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരേ ഒരു മാർഗത്തിനെക്കുറിച്ചൊക്കെയാണ്. ഈ മാർഗത്തിലൂടെ നമുക്ക് സൃഷ്ടാവായ ദൈവത്തിൻ്റെ അസ്തിത്വം, മഹത്വം, പിന്നെ ഏകത്വം, ഇങ്ങനെ 3 കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. അസ്തിത്വം, നമുക്ക് ആദ്യം അസ്തിത്വം നോക്കാം. കാരണം അസ്തിത്വം തെളിഞ്ഞാൽ, അല്ലെങ്കിൽ അസ്തിത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മതിയല്ലോ. അസ്തിത്വം ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ഫോർ ബെറ്റർ ക്ലാരിറ്റി, സൃഷ്ടാവിൻ്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിൻ്റെ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ നിലനിൽപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഒരു പുസ്തകം നമ്മൾ കാണുന്ന സമയത്ത് ഇതിൻ്റെ പിന്നിലൊരു ഗ്രന്ഥകർത്താവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതിയ ഒരാളുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ശില്പത്തെ, ഒരു പ്രതിമയെ കാണുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ഈ പ്രതിമ ഉണ്ടാക്കിയ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു ശില്പി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ സൃഷ്ടികളെ കാണുമ്പോൾ, അപ്പോൾ സൃഷ്ടി എന്ന് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മളും ഈ ഭൂമിയും ജീവജാലങ്ങളും എല്ലാം അടങ്ങുന്ന ഈ പ്രപഞ്ചത്തെയാണ് ഇദ്ദേഹം സൃഷ്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സൃഷ്ടിയെ കാണുന്ന സമയത്ത് നമുക്കിതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവിനെ ഓട്ടോമാറ്റിക്കായിട്ട്, അല്ലെങ്കിൽ വളരെ ഒബ്വിയസ് ആയിട്ട് മനസ്സിലാവുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു യുക്തിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത് കേട്ട സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ എം ഷുവർ ദാറ്റ് നിങ്ങളൊരു 5 മിനിറ്റ് ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു പുസ്തകം കാണുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ഒരു ഗ്രന്ഥകർത്താവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫർ ആവുന്നത് എങ്ങനെയാണ്, ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഇത്രയും കാലം ജീവിച്ച നമ്മളുടെ അറിവ് വെച്ച്, അല്ലെങ്കിൽ ജീവിതാനുഭവം വെച്ച് നമുക്കറിയാം പുസ്തകങ്ങൾ എഴുതുന്നത് മനുഷ്യരാണ്. ഒരു സിംഹമോ ഒരു പൂച്ചയോ ഒന്നും വന്നിട്ട് തന്നെ പുസ്തകം എഴുതാറില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോസസ്സിൻ്റെ റിസൾട്ടായിട്ട് പുസ്തകങ്ങൾ ഉണ്ടാവാറില്ല. നമുക്കറിയാവുന്ന ഒരേ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് മനുഷ്യരാണ് പുസ്തകങ്ങൾ എഴുതുന്നത്, മനുഷ്യരാലേ പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇത് നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യരെഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ എക്സാമ്പിൾസ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പല ആളുകളും എഴുതുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പല ആളുകളും എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മളുടെ അറിവുകൾ നീളുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഒരു മനുഷ്യനാൽ എഴുതപ്പെട്ടതായതുകൊണ്ട് നമ്മൾ ഒരു സേഫായിട്ടൊരു അസംഷൻ വെക്കുന്നു. നമ്മൾ ഇപ്പോൾ കണ്ട ബുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ കണ്ട ബുക്കും, ഓക്കെ, അതിൻ്റെ പിന്നിലൊരു ഗ്രന്ഥകർത്താവ് ഉണ്ടാവും എന്നുള്ള ഒരു അസംഷൻ നമ്മൾ വയ്ക്കുന്നു. ഇതൊരു സേഫായിട്ടുള്ളൊരു അസംഷനാണ്. ഇതിനെ നമുക്ക് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം. ഇതേ കേസാണ് നമ്മൾ ശില്പങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്നത്. അതായത് ശില്പങ്ങൾ നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. മനുഷ്യരുണ്ടാക്കിയേ നമ്മൾ ശില്പങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പം ഈ അറിവ് വെച്ച് നമുക്ക് ഒരു ശില്പത്തെ കാണുന്ന സമയത്ത് ഓക്കെ, ഇതിൻ്റെ പിന്നിലൊരു ഇതുണ്ടാക്കിയ ഒരു ശില്പി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവാം എന്നുള്ളത് നമുക്ക് സേഫായിട്ട് അസ്യൂം ചെയ്യുന്ന കാര്യമാണ്. അതൊരു ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. ഇനി നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ, യൂണിവേഴ്സിൻ്റെ കേസ് എടുക്കാം. ഈ യൂണിവേഴ്സ് കാണുന്ന സമയത്ത് ഇത് ഒരു സൃഷ്ടാവ് സൃഷ്ടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദൈവം സൃഷ്ടിച്ചതായിരിക്കാം എന്നുള്ള ആ കൺക്ലൂഷനിൽ നമ്മൾ എത്തണമെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് അനുസരിച്ച് എന്താണ് നമുക്ക് വേണ്ടത്? പ്രപഞ്ചങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സുകൾ ദൈവങ്ങൾ അല്ലെങ്കിൽ സൃഷ്ടാക്കൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നുള്ളൊരറിവ് നമ്മളവിടെ പ്രസ്യൂം ചെയ്താലേ നമുക്ക് ഈ യൂണിവേഴ്സ്, നമ്മുടെ യൂണിവേഴ്സ് കാണുന്ന സമയത്തും ഓക്കെ, ഇത് ഒരു സൃഷ്ടാവ് അല്ലെങ്കിൽ ഒരു ദൈവം ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ നമ്മളുടെ അറിവുകളുടെ അടിസ്ഥാനത്തിൽ മൾട്ടിപ്പിൾ പ്രപഞ്ചങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല. നമുക്ക് ആകെപ്പാടെ അറിയാവുന്നത് ഈ ഒരൊറ്റ പ്രപഞ്ചമാണ്, നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചം. ഇതിനെക്കുറിച്ച് ഇതെങ്ങനെ ഉണ്ടായി, ഇതാരെങ്കിലും ഉണ്ടാക്കിയതാണോ എന്നുള്ളതിനെപ്പറ്റിയൊന്നും യാതൊരു ഐഡിയയുമില്ല.
ഇങ്ങനെ ഒരു റെഫറൻസ് ഇല്ലാത്ത സ്ഥിതിക്ക്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രപഞ്ചങ്ങൾ ഒരു ദൈവം ഉണ്ടാക്കി അല്ലെങ്കിൽ സൃഷ്ടാവ് ഉണ്ടാക്കി എന്നുള്ള അറിവ് നമുക്കില്ലാത്ത സ്ഥിതിക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒബ്സർവേഷൻസ് നമ്മളുടെ കയ്യിൽ ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് നമ്മളുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, നമുക്കറിയാവുന്ന ഒരേ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് ഇത് സൃഷ്ടാവ് ഉണ്ടാക്കിയതായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്? ഇത് ഒരു ഫോൾസ് കൺക്ലൂഷനാണ്. പുസ്തകത്തിൻ്റെയും ശില്പത്തിൻ്റെയും എക്സാമ്പിൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ എത്തിച്ചാൽ അതിനെയാണ് ഹേസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പുസ്തകങ്ങളും ശില്പങ്ങളും എല്ലാം തന്നെ മാൻമെയ്ഡ് ഒബ്ജക്ട്സ് ആണ്. നമ്മൾ മാൻമെയ്ഡ് ആയിട്ടുള്ള മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ വളരെ ചുരുക്കം കുറച്ച് വസ്തുക്കൾ മാത്രം, ഈ ഭൂമിയിലെ കുറച്ച് വസ്തുക്കൾ മാത്രം നോക്കിയിട്ട് പറയുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ ഒരു സൃഷ്ടാവ് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ദൈവമുണ്ട് എന്നുള്ളത്. മനുഷ്യരുണ്ടാക്കിയ വസ്തുക്കളുടെ കാര്യത്തിൽ വിത്തിൻ ദാറ്റ് കാറ്റഗറി നമുക്കിങ്ങനൊരു ജനറലൈസേഷൻ പോസിബിൾ ആണ്. അതായത് ഇപ്പോൾ ഒരു ബുക്ക് ഒരാൾ എഴുതുന്നത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു 5-6 ഒബ്സർവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഒരു ബുക്ക് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം, ഓക്കെ ഇതൊരു മനുഷ്യൻ എഴുതിയതാവാം, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു മനുഷ്യനുണ്ട് എന്നുള്ളത്. ഇതുപോലും 100% നമുക്ക് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ സാധിക്കാത്ത ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ്. ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ കൺക്ലൂഷൻസിന് വളരെയധികം തെറ്റാകാനുള്ള ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് റീസണിംഗ് ആണ്. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. മനുഷ്യർ വെളുത്ത അരയന്നങ്ങളെ മാത്രം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മനുഷ്യർ വിചാരിച്ചിരുന്നത് അരയന്നങ്ങളെല്ലാം വെളുത്തതാണ് എന്നുള്ളതാണ്. ഇതൊരു ജനറലൈസേഷനാണ്. എന്നാൽ നമ്മൾ ഓസ്ട്രേലിയയിൽ കറുത്ത അരയന്നങ്ങളെ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ആ ജനറലൈസേഷൻ തെറ്റായിരുന്നു എന്നുള്ളത്. അതായത് നമ്മൾ കണ്ട സാമ്പിൾസിൽ നിന്ന് നമ്മളൊരു വലിയൊരു ജനറലൈസേഷൻ ഉണ്ടാക്കി. ആ ജനറലൈസേഷൻ പിന്നീട് നമുക്ക് തിരുത്തേണ്ടിയും വന്നു, കാരണം നമ്മൾ കറുത്ത അരയന്നങ്ങളെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ഒരു പ്രശ്നം. ഇതിൻ്റെ കൺക്ലൂഷൻസ് വളരെയധികം തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം ഒന്നും തന്നെ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ ഉതകുന്ന കാര്യങ്ങളല്ല. ഈ ചെറിയ ഭൂമിയിലുള്ള മനുഷ്യരുണ്ടാക്കിയിരിക്കുന്ന കുറച്ച് വസ്തുക്കളെ നോക്കിയിട്ട് അദ്ദേഹം യുണീക്ക് പീസായിട്ടുള്ള, നമുക്കറിയാവുന്ന ഒരേ ഒരു പീസായിട്ടുള്ള പ്രപഞ്ചത്തിൽ കൊണ്ടുപോയിട്ട് ഒരു ജനറലൈസേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഇത് ശരിയായ ഒരു ടൈപ്പ് ഓഫ് റീസണിങ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ പ്രശ്നം എന്താണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും കൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ഇടാം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.